പള്ളികൾ ബഹളോന്മുഖമായി മാറിക്കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ പള്ളികളിൽ സംഘട്ടനങ്ങൾ ഉണ്ടാകുമ്പോൾ, അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് വെച്ച് കത്തിക്കുത്തും പരസ്പരമുള്ള സംഘട്ടനങ്ങളും ബഹളങ്ങളും മെഹ്റാബിൽ വെച്ചും പള്ളിയായി വഖഫ് ചെയ്യപ്പെട്ട അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ വെച്ച് നടന്നാൽ, വളഹറത്തിൽ അസ്വാതു ഫിൽ മസാജിദ് വലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവലഹാ, ഈ ഉമ്മത്തിന്റെ മുൻഗാമികൾ ചെയ്ത നന്മകൾ ശരിയല്ലെന്നും ഈ ഉമ്മത്തിന്റെ മുൻഗാമികളുടെ പക്ഷം തെറ്റായിരുന്നുവെന്നും 21-ാം നൂറ്റാണ്ടിൽ വരുന്ന ആളുകൾ പറയാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് അന്നേരം കാണാൻ കഴിയും, ഭൂമിയിലേക്ക് ആളുകൾ ആഴ്ത്തപ്പെടുന്ന അത്ഭുതങ്ങൾ കാണാം. മനുഷ്യന്റെ മുഖരൂപം പോലും മാറപ്പെടുന്ന, ആകാശലോകത്ത് നിന്ന് ശുദ്ധമായ മഴ പെയ്യേണ്ടതിന് പകരം ചരൽക്കല്ലുകൾ മഴ പെയ്യുന്നത്, ഹെയിൽ സ്റ്റോമുകൾ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. തുടരെയായ പരീക്ഷണങ്ങൾ നിങ്ങളെ പിടികൂടുന്നത് കാണാൻ കഴിയും. ഏതുപോലെ ഒരു മാലയുടെ മുത്തുമാലയുടെ നൂലറ്റുപോയാൽ, ആ നൂലറ്റുപോയാൽ മുത്തുമണികൾ ഒന്നൊന്നായി താഴെ വീഴുന്ന പോലെ പരീക്ഷണങ്ങൾ നിങ്ങളെ പിടികൂടുന്നത് നിങ്ങളുടെ സംസ്കാരത്തിൽ മാറ്റമുണ്ടാകുമ്പോഴാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് പരിശുദ്ധമായ മദീനയിൽ അന്നൊരു ഭൂകമ്പം ഉണ്ടായപ്പോ മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറി വന്നു. ഉമർ റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറി വന്ന് ഖുത്ബയോതി പറഞ്ഞു, സുഹാബികളെ ഞാൻ ഉമർ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ഭൂകമ്പമോ പ്രപഞ്ചത്തിൽ എന്തെങ്കിലും ഒരു നാശമോ മനുഷ്യ കൈകൾക്ക് കടത്തലില്ലാത്ത, മനുഷ്യൻ ഇടപെടാൻ കഴിയാത്ത വിധം ഒരു ശിക്ഷയായി അല്ലാഹു എന്തെങ്കിലും ഭൂമിയിൽ കൊണ്ടുവരുന്നത് ആ നാട്ടുകാർ ചെയ്യുന്ന ഒരു തിന്മ കൊണ്ടല്ലാതെ സംഭവിക്കുകയില്ലെന്ന് ലോകത്തിന്റെ ഗുരു ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മദീനയിലെങ്ങാനും ഇനിയൊരു ഭൂകമ്പം ഉണ്ടാവുകയാണെങ്കിൽ ലാ ഉസാകിനന്നകും ഫീ, ഉമർ ഒരിക്കലും പിന്നെ മദീനയിൽ താമസിക്കുകയില്ല. ഇനിയൊരു ഭൂകമ്പം വന്നാൽ ഉമർ മദീന വിട്ടു പോകുമെന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു താക്കീത് ചെയ്യുകയായിരുന്നു. ഇനിയൊരു ഭൂകമ്പം എന്നെ കൊണ്ട് കാണാൻ കഴിയില്ല. മദീനയിൽ ഒരു ചെറിയ ഭൂകമ്പം ഉണ്ടായപ്പോ, ഇതുണ്ടാകുന്നത് മനുഷ്യന്റെ തിന്മ കൊണ്ടാണ്. ആര് പറയാ? വഹി വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളല്ല പറയണം, അള്ളാന്റെ റസൂലായി പറയുന്നത്. അതുകൊണ്ട് ഹരീസുൻ അലൈക്കും, നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ടാണ് നബി തങ്ങൾ പറയുന്നത്, ഇങ്ങനെ ചെയ്യല്ലേ എന്ന് പറയുന്നത് നമ്മളോട് സ്നേഹമുള്ളത് കൊണ്ടാണ്. ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോ റോഡ് പണി നടക്കുന്നുണ്ട്, ശ്രദ്ധിച്ചു പോവണം. അവിടെ കുഴിയുണ്ട്, ഗട്ടറുണ്ട്, ഹമ്പുകളുണ്ട്, കൊക്കയാണ്, കൈവരിയില്ലാത്ത പാലം വരുന്നുണ്ട് എന്നൊരാൾ പറഞ്ഞു തരുന്നത് സ്നേഹം കൊണ്ടാണ്. ചെന്ന് ചാടിയിട്ടല്ലോ പറയേണ്ടത്, ഇങ്ങനെ വന്നാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ നരകത്തെ സംബന്ധിച്ച് പറഞ്ഞതിന്റെ ശേഷം സൂറത്തുർ റഹ്മാനിൽ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, നരകത്തിന്റെ ശിക്ഷ പറഞ്ഞിട്ട് അല്ലാഹു തആല, അല്ലാഹുവിന്റെ ഏത് അനുഗ്രഹമാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? നരകം പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ അനുഗ്രഹമോ? നരകം പറഞ്ഞു തരുന്നത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നരകശിക്ഷയുണ്ട് കേട്ടോ, അത് കാരുണ്യവാനാണ് പറഞ്ഞു തരാൻ കഴിയുക, അല്ലെങ്കിൽ ചെന്ന് ചാടിയിട്ടല്ലേ അറിയൂ. അതുകൊണ്ട് ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കുടുംബത്തിൽ നിന്ന് ഇതാ ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു. വദാനായ സുബുൽ ഖത്മുർ റസൂൽ മൗലായ കുൽ ജിസ്നെ ഗുബാർ റാഹ് കോ ബഖ്ശാ ഫറൂഗെ വാദിയെ സീനാ. വദാനായ സുബുൽ ഖത്മുർ റസൂൽ മൗലായ കുൽ ജിസ്നെ ഗുബാർ റാഹ് കോ ബഖ്ശാ ഫറൂഗെ വാദിയെ സൈനാ. ലോകത്ത് ബുദ്ധിമാനികളിൽ വെച്ച് ഏറ്റവും ബുദ്ധിമാനിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്മാരുടെ അന്തിമ കണ്ണിയാണ് മൗലായ കുൽ, എല്ലാവർക്കും നേതാവായി വന്നോരാണവർ. ജിസ്നെ ഗുബാറെ റാഹ് കോ ബഖ്ശാ ഫറൂഗെ വാദിയെ സീനാ, അന്ധകാരം നിറഞ്ഞ
ഇരുൾ പുരണ്ട വിവരമില്ലായ്മയുടെയും അന്ധകാരത്തിന്റെയും കാലഘട്ടത്തിന് പ്രവാചകൻ സമ്മാനിച്ചത് സീനാ മലമുകളിൽ പ്രത്യക്ഷപ്പെട്ട പ്രകാശമാണ്, അള്ളാഹുവിന്റെ നൂറാണ്. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. നമുക്ക് ഉപകാരമുള്ളതേ അള്ളാഹു ഹലാലാക്കിയിട്ടുള്ളൂ, ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ഉപദ്രവമുള്ളതേ അള്ളാഹു അരുത്, വേണ്ട എന്ന് പറഞ്ഞത് നമുക്ക് പറ്റാത്തത് കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സ്വിൻഫാനി മിൻ ഉമ്മതി ലം അർഹുമാ, എൻ്റെ